പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും കാണുന്ന സമയത്ത് മല്ലികാമ്മയുടെ അടുത്ത ആൾക്കാർ പറയാറില്ലേ, ഏതാണ് വിത്ത്, അതിന് ഇങ്ങനെയല്ലേ വരുള്ളൂ? അല്ല, സത്യം, അത് വളരെ ശരിയത്. ഞാൻ എപ്പോഴും പറയും, ഇന്ദ്രൻ കുറച്ചുകൂടി എൻ്റെയും കൂടെ ഒരു സമ്മിശ്രമാണെന്ന് വേണേൽ പറയാം. പക്ഷെ മറ്റേത് ആ വിത്ത് അത് തന്നെ. ഈ പറഞ്ഞതിനോട്ട് ഇന്ദ്രൻ്റെ ആ സ്വഭാവ രൂപീകരണത്തിൽ ഒരു പക്ഷേ ഞാൻ കുറച്ചുകൂടെ ആദ്യത്തെ കുഞ്ഞല്ലേ വന്നതുകൊണ്ട് സുഖമുണ്ട്. എന്നാലും അദ്ദേഹം പറഞ്ഞാലും ഞാൻ പറയാം, മോനെ അതേ നമ്മൾ പറയുമ്പോൾ അവർക്കൊരു പ്രയാസം തോന്നുന്നത്. ഇദ്ദേഹം വന്നു കഴിയുമ്പോൾ പിന്നെ കൂടുതലും അച്ഛൻ്റെ കയ്യിലോട്ടായി. അപ്പോൾ സുഖമായിട്ടൊറ്റ കാര്യമുള്ളൂ. അങ്ങനെ വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഒരു ബഹളം ഉണ്ടാക്കണം എന്നുള്ളതല്ല. പക്ഷേ പുള്ളിക്ക് നുണ പറയുന്നത് ഇഷ്ടമല്ല. അതായത് ഒരാളെ സുഖിപ്പിക്കാൻ വേണ്ടി വളച്ചൊടിച്ച് അത് പറഞ്ഞാൽ ഇയാൾക്ക് എന്ത് തോന്നും, നാളെ ഇങ്ങേര് പിണങ്ങുമോ, അതോടുകൂടി നമ്മുടെ ജീവിതം ഇല്ലാതാവുമല്ലോ, അങ്ങനത്തെ ചിന്തകളൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പോയിട്ടേ ഇല്ല. പറയുമ്പോൾ അവർക്കറിയാമല്ലോ ഞാൻ പറയുന്നത് സത്യമാണെന്ന് എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. അത് ഈ പറഞ്ഞതുപോലെ രാജു അതുകൊണ്ടാണല്ലോ പ്രതികരിക്കാറില്ലല്ലോ ഒരിടത്തും വലുതായിട്ട്. എന്താണെന്ന് വെച്ചാൽ അവനറിയാം ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയാം. ആരെ ബോധിപ്പിക്കാനാണ് ഈ വിളിച്ചു പോയി നടക്കുക? പിന്നെ ഞാനാണ് സങ്കടം വരുമ്പോൾ അമ്മ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു പോകുന്നത്. പക്ഷേ അത് വാസ്തവത്തിൽ ഞാൻ പറഞ്ഞത് വളരെ നല്ല സ്വഭാവം. അത് ആ ഒരു ക്ഷമയും ഒരു സഹനശക്തിയും ആവശ്യമുള്ളപ്പം മാത്രം പ്രതികരിക്കുക എന്നുള്ളൊരു രീതിയും അത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പലപ്പോഴും ഈ പെണ്ണുങ്ങൾക്ക് അത്ര അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് എൻ്റെ പ്രായം എന്ന് പറയുമ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ വളർത്തി, 10ലും 12ലും പഠിക്കുമ്പോൾ സുഖേട്ടൻ്റെ മരണം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എങ്ങനെയാണ് ഇവരെ എൻ്റെ ചിറകിനുള്ളിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ വളർത്തിയെടുത്തതെന്നുള്ളതിൻ്റെ എനിക്ക് ആലോചിക്കുമ്പോൾ എന്തിനാ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പറയുന്നതൊരു പെട്ടെന്നൊരു റിറ്റാലിറ്റി ചെയ്യാൻ തോന്നും എനിക്ക്, സത്യം പറയാം. പക്ഷേ ആ റിറ്റാലിയേഷൻ വാസ്തവത്തിൽ പാടില്ല എന്നുള്ളത് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാമെങ്കിലും നമുക്കപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ പൊരുതി കൊണ്ടുവന്നതല്ലേ ഈ കുഞ്ഞുങ്ങളെയൊക്കെ. ഇവരാരാ ഇവരെയൊക്കെ പറയാനായിട്ട്? വഴിയെ പോകുന്നവരെയൊക്കെ പറഞ്ഞോട്ടെന്നൊക്കെയുള്ളൊരു ഭാവം, ഒരു അമ്മ എന്നുള്ളൊരു സ്നേഹം കൊണ്ട് വരുന്നതാണ്. അല്ലാതെ ഇപ്പം നമുക്കിപ്പോൾ എത്രയോ ട്രോളുകൾ വരും. ഞാൻ പലതും ചിരിക്കാറുണ്ട്. എന്നെപ്പറ്റി തന്നെയുള്ള ട്രോള് കണ്ട് ചിരിക്കാറുണ്ട്. കഷ്ടം. ഞാൻ ഇന്നലെ ഈ അടുത്ത കാലത്ത് പറയുകയും ചെയ്തു, ചില ട്രോളുകൾ എഴുതുന്നവർ ഭാഷ മഹാമോശമാണെങ്കിലും പ്രൊഫൈല് അയാളുടെ കുഞ്ഞോ വേറെ വല്ലവരുടെയും കുഞ്ഞോ, ഒരു 6 വയസ്സായ അല്ലെ 5 വയസ്സായ അല്ലെ 5 മാസം പ്രായ കുഞ്ഞ് ചിരിക്കുന്നത്, ഗുരുവായൂരപ്പൻ കളിക്കുന്നത്, ഇതൊക്കെയാണ് പ്രൊഫൈൽ. എന്നിട്ട് പറയുന്നത് കായും പൂയും ചേർത്തിട്ടുള്ള തെറികളും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഈ പടം കാണുമ്പോൾ ഇങ്ങർക്ക് പേടിയില്ല, ഈശ്വര നാളെ ഗുരുവായൂരപ്പൻ എൻ്റെ കഴുത്തിന് പിടിക്കുമോ എന്തോ എന്ന് തോന്നാറില്ലേ? അല്ലെങ്കിൽ ഈ കുഞ്ഞ് ആരുടെ കുഞ്ഞോ ആവട്ടെ, ഈ കുഞ്ഞിനെ ശപിക്കത്തില്ലേ ആൾക്കാർ? അങ്ങനത്തെ ഉള്ള സെൻറ്റിമെൻറ്റ്സിനൊന്നും ഇപ്പോൾ ഈ പുതിയ തലമുറയുടെ കാലത്ത് യാതൊരു വിലയില്ല. അതാണ് സത്യം. സുകുമാരൻ സാർ പോയിട്ട് 27 ഇയേഴ്സ് കഴിഞ്ഞു. അപ്പം ഈ പിള്ളേർ കയ്യിലോട്ട് തന്നിട്ട് പോകാമെന്ന് പറയുമ്പോൾ വളരെ യങ്ങാണ് മല്ലികാമ്മ. ഇപ്പം ഞാനിവിടെ ഇരുന്നിട്ട് മല്ലികാമ്മയെ അവരെ ഇത്രയും വളർത്തിയല്ലോ, ഫൈൻ യങ് മെന്നിനെ തന്നല്ലോ എന്ന് പറയാൻ എനിക്ക് എളുപ്പമാണ്. ഞാൻ അതിൽ കൂടെ കടന്നു പോയില്ല. പക്ഷേ ഇപ്പം തിരിഞ്ഞു നോക്കിക്കഴിയുമ്പോൾ ആ ഒരു യാത്ര ഞാൻ ഈ ചോദിക്കുന്ന ലാഘവത്തിന് മല്ലികാമ്മയ്ക്ക് പറയാൻ പറ്റുമോ? ഇല്ല. 15 വയസ്സും 17 വയസ്സും 17.5 വയസ്സുമാണ് അവരുടെ പ്രായം. ഇന്ദ്രന് 2.5 വയസ്സ് മൂത്തതാണ് രാജുവിനെക്കാട്ടിൽ. അപ്പോൾ ഇന്ദ്രന് കോളേജിലേക്ക് SSB ട്രെയിനിങ്ങിന് വിട്ടു. നീ എൻട്രൻസ് എഴുതിയില്ലെങ്കിലും സാരമില്ല, അത് SSBക്ക് ഡിഫൻസിൽ പോയില്ലെങ്കിലും സാരമില്ല, പക്ഷെ അതെന്താണെന്ന് അറിയണം. സുഖമായിട്ട് നിർബന്ധമായിരുന്നു. ബാംഗ്ലൂരിൽ SSBയുടെ ആ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തു, വന്നു, എൻജിനീയറിങ്ങിന് ചേർത്തു, കമ്പ്യൂട്ടർ എൻജിനീയറിങ്ങിന്. അപ്പോൾ അതൊക്കെ ചേർത്തേച്ച് പിന്നെ ആ ഒരു ഇടയ്ക്കാണ് ഇദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മരണം. അതുകൊണ്ട് ഇന്ദ്രൻ കൂടെ ഉണ്ടായിരുന്നു മരിക്കുന്ന സമയത്ത്. രാജു സൈനിക് സ്കൂളിൽ 10th പഠിക്കുക. അപ്പോൾ അവിടെ നിന്നും ഈ 2 കുഞ്ഞുങ്ങളെ ഒരു 5-6 മാസം ഞാൻ ഭയന്നു. കാരണം ഞാനൊരു വളരെ നിശബ്ദയായിപ്പോയി. ഞാൻ അങ്ങനെ ഒരു നിശബ്ദയായിട്ടൊന്നും പ്രതികരിക്കാതെ ഒന്നും കാണാത്ത പോലെയൊന്നും ഇരിക്കുന്ന ഒരാളല്ല സത്യത്തിൽ. എൻ്റെ അമ്മയുണ്ട്, എൻ്റെ കൂടെ അച്ഛനൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കാലം ഇങ്ങനെ കാരണം ഇവരതുപോലെ ഉണ്ടാവുള്ളാവുന്നു, ഇവരങ്ങനെ ആയി കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി അത് ശരിയല്ല. എൻ്റെ അടുത്ത് ഒറ്റ കാര്യം സുഖട്ടം പറഞ്ഞിട്ടുള്ളൂ, മക്കളെക്കുറിച്ച് നല്ല അത്യാവശ്യം പഠിക്കണം, വിവരം ഉണ്ടായിരിക്കണം, എവിടെയെങ്കിലും കൊണ്ടിട്ട് എനിക്കറിഞ്ഞൂടാ. ഈ അറിഞ്ഞുകൂടാത്തതിന് വരെ വിഡ്ഢിത്തരം വിളിച്ച് വളർത്തുന്ന ഒരുപാട് ആൾക്കാരുടെ അല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എന്തും പറയാം, അതിനകത്തൊരു ഓതൻറ്റിക്കായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അത് സത്യമാണോ എന്ന് അന്വേഷിക്കുകയോ ഒന്നുമില്ല. അവനവൻ്റെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങളൊക്കെ സത്യമാണെന്നുള്ള മട്ടിൽ വായി തോന്നുന്ന ഭാഷയിൽ വിളിച്ചു പോവുക. ഇപ്പോൾ കാണുന്നില്ലേ സംഭവങ്ങൾ പലതും, സംഘടനയാവട്ടെ രാഷ്ട്രീയമാവട്ടെ എന്തും ആവട്ടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഇവരെ ഒന്ന് നേരെയാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇപ്പം അന്ന് ഞാൻ മാത്രമുള്ളൂ എൻ്റെ ഒരു ചുമതല. എല്ലാവരും വെളിയിലാണ്. എൻ്റെ സഹോദരികളൊക്കെ അവരൊക്കെ വെളിയിൽ നൈജീരിയയിലും ബോംബെയിലും ഒക്കെ താമസം. സഹോദരനുണ്ട് ഒരാൾ, അന്ന് ന്യൂസിലല്ലേ, ഇപ്പം അമേരിക്കയിലാണ്.
അപ്പോൾ വയസ്സായ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഒരു ആശ്വാസമായിട്ട്. പക്ഷേ അപ്പോൾ ഞാൻ തീരുമാനിച്ചു അങ്ങനെ വിട്ടാൽ പറ്റില്ല, എൻ്റെ സുഹൃത്തിനെ ഏൽപ്പിച്ചൊരു വലിയ ജോലിയുണ്ട്, ആ തരത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തണം എന്ന് എൻ്റെ ഒരു വാശിയും ഒരു ജീവിത ലക്ഷ്യവുമായിരുന്നു അത്. എന്തെല്ലാം പറഞ്ഞാലും ഇന്ന് ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന എത്രയോ സ്ത്രീകൾ, അവരുടെയൊക്കെ അനുഗ്രഹാശിസ്സുകളും വാക്കുകളും. ഇന്നലെ ഞാനൊരു പ്രോഗ്രാമിന് ഞാൻ പോയിരുന്നു തിരുവല്ലയിൽ. അവിടെ ചില അമ്മമാരുടെ പറച്ചിലേക്ക് പോയി. എൻ്റെ ജീവിതത്തിൽ ഞാൻ അവരെയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അത് എൻ്റെ മക്കൾക്ക് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാനത് എടുക്കുന്നത്. കാരണം ഒരു 10, 60, 65 വയസ്സായ ഒരു ഈശ്വരവിശ്വാസികളായ എന്ത് മതമോ ആകട്ടെ, അവരൊക്കെ വന്നിട്ട് പിന്നെ അമ്മയെ സമ്മതിക്കണം കേട്ടോ, ആ കുഞ്ഞുങ്ങൾ അമ്മയുടെ നല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഈശ്വര ഇവരെന്നെയും കണ്ടിട്ടില്ല, എൻ്റെ മക്കളെയും കണ്ടിട്ടില്ല. ഇത് കേട്ടും കണ്ടും വായിച്ചുള്ള അറിവിൽ നിന്നാണ് അവർ ഒരു നിഗമനത്തിലെത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു പക്ഷേ ഈ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം, സുഖേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം, സുഖേട്ടൻ്റെ അനുഗ്രഹം, പിന്നെ എൻ്റെ പ്രാർത്ഥന, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എൻ്റെ മക്കളെ അങ്ങനെ മോശമായിട്ട് വളർത്തിയ ഒരമ്മയാണ് ഞാനെന്ന് ഈ കേരളത്തിൽ ഒരാളും പറയത്തില്ല. അല്ല, ശത്രുക്കൾ പറയുമായിരിക്കും, പക്ഷേ അതൊക്കെ പ്രശ്നമല്ല എനിക്ക്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. തള്ള എന്ത് ചെയ്തു, തള്ള അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ ട്രോളും അതൊരു ഭാഗത്ത് കിടക്കും. അത് അവരുടെ വരുമാനമാണ്. ഒരു യൂട്യൂബ് എത്ര പേര് കാണുന്നോ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. അപ്പം എനിക്കതുകൊണ്ട് അവരോടൊന്നും ഒരു വിരോധമില്ല, കാരണം അതവരുടെ ജീവിതമാർഗ്ഗം. പക്ഷേ എല്ലാവരും അതേ ജീവിതമാർഗ്ഗം സ്വീകരിച്ചോണമെന്ന് ആരും വാശി പിടിക്കാനൊക്കത്തില്ലല്ലോ. നമുക്കറിയാവുന്ന ജോലി ചെയ്യുക, അത് വെയിലത്തായാലും മഴയത്തായാലും ശനിയെന്നോ ഞായറെന്നോ ഇല്ലാതെ അധ്വാനിക്കുക, അതിൻ്റെ പ്രതിഫലം വാങ്ങിക്കുക. അതുകൊണ്ട് നമ്മുടെ കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ജീവിതം മുന്നോട്ട് സുഖമായിട്ട് കൊണ്ടുപോകുക. മല്ലികാമ്മ കോളേജിൽ പഠിച്ച സമയത്ത് KSUവിൻ്റെ ഭാഗമായിരുന്ന ഒരാളാണ്. നാളെ ഒരു കാലത്ത് ഒരു MLA ആയി രാഷ്ട്രീയത്തിലൊക്കെ കാണാനായിട്ട് പറ്റുമോ മല്ലികാമ്മയെ? മോളെ, ഈ KSUവിൻ്റെ ഭാഗം എന്ന് പറഞ്ഞില്ല, എനിക്കത് കേൾക്കുമ്പോൾ ചിരിയാണ്. എന്താ സംഭവം എന്നറിയോ? ഞങ്ങളുടെ ട്രിവാൻഡ്രം വിമൻസ് കോളേജിൽ പൊളിറ്റിക്സ് ഇല്ല. ഇപ്പോഴാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. അന്ന് ഞങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആർട്സ് ക്ലബ് സെക്രട്ടറി, ലിറ്റററി ആൻഡ് ഡിബേറ്റിംഗ് സൊസൈറ്റി സെക്രട്ടറി, കോളേജ് യൂണിയൻ, ഇങ്ങനെയൊക്കെ ഓരോരോ പോസ്റ്റിൽ ഓരോരുത്തരെ തിരഞ്ഞെടുക്കും. അപ്പോൾ പാർട്ടി ഇങ്ങനെ മറ്റേ ഇപ്പോൾ കാണിക്കുന്ന പോലെ ഇന്ന KSUക്കാരെ, SFIക്കാരെ, ABVPക്കാരെ, BJP അതൊന്നും അന്നില്ല, നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതാദ്യമായിട്ട് ഇത് കൊണ്ടുവരുന്നത് ഇപ്പോൾ അങ്ങനെ ഇലക്ഷൻ നിൽക്കുന്നത്, ഞാൻ വെറും പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറാണ്, BSc കയറുന്നതിന് മുമ്പാണ്. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു കൊച്ച് BA ഫൈനൽ ഇയർ. അപ്പോൾ സ്വാഭാവികമായിട്ടും BA ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ഒരു സഹതാപം വരുമല്ലയോ, അടുത്ത വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ എവിടെ ആണോ, ഇവിടെ അല്ലെങ്കിൽ പാവം. അത് ആ കുട്ടി നല്ല ഡാൻസറും, കോളേജിൽ ഡാൻസ് മത്സരത്തിനൊക്കെ പോയി സമ്മാനം വാങ്ങിക്കുന്നത്, കഷ്ടമുണ്ട്, അതിനെ ജയിപ്പിച്ച് വിടും, ഇത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്തോ ഒരു ചരിത്രപരമായ ഭൂരിപക്ഷത്തിൽ ഒരു കോളേജിൽ ഒരു 1248 വോട്ടിൻ്റെ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞാൽ വലിയ വ്യത്യാസം. അത് അന്ന് ഞാനത് ജയിച്ചപ്പോൾ എന്നെ ആദ്യം വിളിക്കുന്നത്, അയ്യോ ദൈവമേ, ആ പ്രിൻസിപ്പൽ ഈ അടുത്ത കാലത്ത് മരിക്കുകയും ചെയ്തു, എസ്തർ ഹലീഗോ, ജൂയിഷ് ലേഡിയായിരുന്നു, മാഡമായിരുന്നു പ്രിൻസിപ്പൽ. എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ഇതെങ്ങനെ സാധിച്ചതെന്ന്. ഞാൻ പറഞ്ഞു, നാക്കുകൊണ്ട് സാധിച്ച പ്രിൻസിപ്പലും ചിരിക്കും. ഞാൻ പറഞ്ഞു, മാഡം ഞങ്ങളിങ്ങനെ നടന്നൊക്കെ അങ്ങ് പറഞ്ഞു. എൻ്റെ കൂടെ ഒരു 10-20 പേരുണ്ട്. ഇന്നും ഞങ്ങൾ ഒരു വലിയ വിമൻസ് കോളേജിലെ ഗ്രൂപ്പൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്, കൂൾ ലീഡേഴ്സ് എന്നാണ് പേര്. കോട്ടൺ ഹിൽ വിമൻസ് കോളേജ് എല്ലാം ഉണ്ടായിരുന്നത്. ഇന്ന് ആ കൂട്ടുകാരൊക്കെ ഞങ്ങൾ വളരെ സജീവമായിട്ട് ഇപ്പം ഒരു കോണ്ടാക്റ്റിൽ ആ ഒരു പോകാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു 10-25 പേരുണ്ട് ഇവിടെ. വലിയ ഞങ്ങൾ ആ നേതാക്കന്മാരെ സ്വയം പ്രഖ്യാപിച്ചൊക്കെ നടന്ന് വാചകടിച്ച് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഞങ്ങൾ ആർട്സ് ക്ലബ്സ് അതിൻ്റെ ഇനോഗ്രേഷനൊക്കെ നിങ്ങൾ കണ്ടോ, ഈ നാട് ഞെട്ടിപ്പോകും എന്നൊക്കെ പറഞ്ഞൊക്കെ അല്ലേ വാചകം അടിക്കുന്നത്. പക്ഷേ ഞെട്ടിച്ചു എന്നുള്ളതാണ് സത്യം. ഒരു കാലത്ത് ഒരു കോളേജിലും തിരുവനന്തപുരത്ത് പോകാത്ത പ്രേം നസീർ സാറിനെ ശാരദയും കൂടെ ഒന്നിച്ചു കൊണ്ടുവന്ന് ഞാൻ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉണ്ടാകണൊക്കെ ഇവരെ രണ്ടുപേരെയും കണ്ടിട്ടില്ല, പക്ഷേ രണ്ടുപേരും വന്ന് ആർട്സ് ക്ലബ് ഇനോഗ്രേറ്റ് ചെയ്തു. അത് പിന്നീട് നസീർ സാർ പറയുമായിരുന്നു, എൻ്റെ പൊന്നെ ഈ നിൽക്കുന്ന ആളിൻ്റെ വാചകം അടിക്കാത്ത ആരായാലും പോവും, സാറേ ഒരബദ്ധം പറ്റി, സാറിനെ കൊണ്ടുവരാമെന്നും പറഞ്ഞാൽ ഞാൻ ജയിച്ചത്, അയ്യോ ഇനി പോയില്ലെങ്കിൽ എന്ത് എന്നൊക്കെ പറഞ്ഞപ്പോഴേ സാറ് അങ്ങ് വിശ്വസിച്ചിട്ട് പാവം. നസീർ സാറിന് അറിയാമല്ലോ, ഇന്നത്തെ പോലെ ആരെയും ദ്രോഹിക്കണമെന്നോ വിഷമിപ്പിക്കണമെന്നോ ഒരു ചിന്തയില്ലാത്ത ഒരു നല്ലൊരു മനുഷ്യൻ, എൻ്റെ ദൈവമേ. അപ്പോൾ സാറ് ശാരദ ചേച്ചിയുടെ പടം നടക്കുക, ഭദ്രച്ചിറ്റ, 2 പേരുണ്ട് ബിർലാൻ സ്റ്റുഡിയോയിൽ. 2 പേരും കൂടെ ചിരിച്ചൊക്കെ പറഞ്ഞെങ്കിലും ശരി ഒരു 3 മണിക്ക് വെക്കാൻ പറ്റുമോ? ഞാൻ ഏത് മണിക്ക് വേണേലും വെക്കാം, സാറ് പറഞ്ഞാൽ മതി. അപ്പം ബ്രേക്ക് കഴിഞ്ഞ് വിമൻസ് കോളേജിൽ വരുന്നു.
അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ ഒരു മണിക്കൂർ ഇരിക്കുന്നു, എന്നിട്ട് പോരുന്നു. അതൊരു വലിയ സംഭവമായിപ്പോയി. അന്നത്തെ കാലത്ത് നസീർ സാറും ഉർവശി ശാരദയും കൂടെ ഒരു കോളേജിൽ ഒന്നിച്ച് വരിക എന്ന് പറയുന്നത്, എൻ്റെ പൊന്നെ, അപ്പുറത്തെ ആർട്സ് കോളേജിലെ പിള്ളേർ വരെ ഞങ്ങളുടെ മതിലുണ്ടായിരുന്നു. അല്ലേ, ടീച്ചേഴ്സും ചെട്ടി കേട്ടോ, ഇതെങ്ങനെ ഒപ്പിച്ചത് മല്ലി ഇവർ രണ്ടുപേരും. അപ്പോൾ ഞാൻ വല്ല മദ്രാസിൽ നിന്ന് പ്ലെയിനിലൊക്കെ കൊണ്ടുവന്നതൊക്കെ അതൊക്കെ നമ്മൾ അറിഞ്ഞു. തിരുവനന്തപുരത്ത് വരുന്നുണ്ടെന്നും ഷൂട്ടിംഗ് മെറിലാൻഡിൽ നടക്കുന്നുണ്ടെന്നും ഒക്കെ അറിഞ്ഞു. അതൊക്കെ വളരെ രസകരമായ ഓർമ്മകളാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു വലിയ കോളേജിലൊരു ഷൈൻ ചെയ്യുന്ന പിള്ളേരായിട്ടൊക്കെ മാറി സത്യം പറഞ്ഞാൽ.